ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൊല്യൂഷൻ. നിങ്ങളുടെ സ്വന്തം മഞ്ജു സാറാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓണം എക്സാം ഒക്കെ അടുത്തെത്തിയിട്ടുണ്ട്. സോ കെമിസ്ട്രിയിലെ A+ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും എന്റെ മക്കൾ പഠിച്ചിട്ട് പോകണം. അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് എന്റെ മക്കൾ കണ്ടോ. സോ ഓരോ ക്വസ്റ്റ്യൻസ് ഓക്കെയല്ലോ. സാർ എന്താ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ഇവിടെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, അനലൈസ് ചെയ്യാനാണ് പറഞ്ഞത്. സോ നോക്കി നോക്കുക. ഈ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്റെ മക്കൾ ആരും ടെൻഷൻ അടിക്കണ്ട, സിമ്പിൾ ആടാ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ റൈറ്റ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ, അഥവാ ഏറ്റവും നീളമുള്ള ശൃംഖലയിലെ പ്രധാന ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഒരു മാർക്ക് ചോദ്യം. അപ്പൊ ഇന്റെ മക്കളെ എണ്ണുമ്പോൾ 1 2 3 4 അല്ല കേട്ടോ, ഇങ്ങനെ ഒരിക്കലും എണ്ണരുത്. സോ എല്ലാ ടൈമിലും നേരെ എന്നതല്ല മെയിൻ ചെയിൻ വരിക. ഏറ്റവും കൂടുതൽ കാർബൺ ഏതിലാണോ അവനാണ് മെയിൻ ചെയിൻ. അവ എണ്ണുമ്പോൾ നമുക്ക് നോക്കാം 1 2 3 4 5. സോ നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ സാറേ ഇവനാണ് മെയിൻ ചെയിൻ. അപ്പൊ ബാലൻസ് വരുന്ന ഈ രണ്ടാൾക്കാർ ബ്രാഞ്ചുമാണ്. അപ്പൊ മെയിൻ ചെയിനിൽ ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? നമ്മൾ എണ്ണി നോക്കിയപ്പോൾ 5 എന്ന് കിട്ടി. ക്ലിയർ, സെറ്റാ. നമ്മൾ പറയുന്ന അതേപോലെ തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം വിച്ച് മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ്, അഥവാ ബ്രാഞ്ച് നിൽക്കുന്ന കാർബണിന്റെ പൊസിഷൻ നമ്പർ എത്ര, അഥവാ സ്ഥാനസംഖ്യ എത്ര? നിങ്ങൾ പറഞ്ഞോളി. സാർ ഇവിടെ നിന്നുമ്പോൾ 1 2 3 4 5. ഇനി ഓപ്പോസിറ്റ് നിന്നുമ്പോൾ 1 2 3 4 5. എങ്ങനെ എണ്ണാലും സാറേ 3 എന്നാണ് കിട്ടുന്നത്. അപ്പൊ പൊസിഷൻ നമ്പർ 3. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തേ കാര്യങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്ത് നോക്കടാ. സോ വാട്ട് ഈസ് IUPAC നെയിം? ഇവന്റെ IUPAC നെയിം എഴുതാനാ പറഞ്ഞത്. സോ ഒരു കാർബണിൽ, ഈ മൂന്നാമത്തെ കാർബണിൽ ഒരു ബ്രാഞ്ച്, രണ്ട് ബ്രാഞ്ച് ഉണ്ട്. ബ്രാഞ്ചിന്റെ പേര് നമുക്ക് അറിയാൻ പറ്റും, മീഥൈലാണ്. ഈ ബ്രാഞ്ചിന്റെ പേര് മീഥൈലാണ്. ഈ രണ്ടാമത്തെ ബ്രാഞ്ചിന്റെ പേരും മീഥൈലാണ്. കിട്ടി സാറേ. അപ്പൊ ഒരേപോലെയുള്ള രണ്ട് ബ്രാഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഡൈ എന്ന് ചേർത്ത് കൊടുക്കണം. അതിന്റെ കൂടെ തന്നെ എന്റെ മക്കൾ മറന്നു പോകുന്ന ഒരു കൺസെപ്റ്റ് ആണ്, ഒരു കാർബണിൽ രണ്ട് ബ്രാഞ്ചസ് വന്നു കഴിഞ്ഞാൽ, പൊസിഷൻ നമ്പർ മസ്റ്റ് ബി റിപ്പീറ്റഡ്. ഏതാണോ സ്ഥാനസംഖ്യ അത് റിപ്പീറ്റ് ചെയ്ത് എഴുതണം. അതായത് 3 എന്നുള്ളത് വീണ്ടും എഴുതണം. സോ രണ്ട് നമ്പേഴ്സ് വരികയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ കോമ കൊടുക്കും. അപ്പൊ 3,3 ഹൈഫൺ. രണ്ടെണ്ണം ആയതുകൊണ്ട് ഡൈ, പിന്നെ ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ, ഡൈ മീഥൈൽ. മെയിൻ ചെയിൻ 5 കാർബൺ ആയതുകൊണ്ട് പെൻഡാണ്. അപ്പൊ പെൻഡെയിൻ. പരിപാടി കഴിഞ്ഞില്ലേ? സോ ഇനി എന്റെ മക്കൾ ഒന്ന് വായിച്ചു നോക്കണം. 3,3 ഹൈഫൺ ഡൈ മീഥൈൽ പെൻഡെയിൻ. മെയിൻ ചെയിന്റെ പേര് പെൻഡെയിൻ ആണ്, ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ ആണ്. രണ്ട് ബ്രാഞ്ച് വന്നതുകൊണ്ട് ഡൈ എന്ന് പറയാം. പൊസിഷൻ നമ്പർ 3 സോ ഒരേ കാർബൺ വന്നതുകൊണ്ട് പൊസിഷൻ നമ്പർ റിപ്പീറ്റ് ചെയ്ത് എഴുതി. സെറ്റ് ആണല്ലോ. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആട്ടോ. ഇതേപോലത്തെ ക്വസ്റ്റൻ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി ചോദിച്ചാലും എഴുതി കൊടുക്കണം. സാറേ അടുത്ത ക്വസ്റ്റൻ എടുത്തോളെ. സോ ഒന്നാമത്തെ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റൻ തന്നെയാണ്. ഇന്ന മക്കൾ ഈ ഒരു സ്ട്രക്ചർ കണ്ടാൽ തന്നെ ഒറ്റയടിക്ക് തലയിൽ കയറണം. അതായത് ഇവിടെ OH ഇല്ല എന്ന് വിചാരിക്കാം. OH ഇല്ല എങ്കിൽ ഇവനാണ് ബെൻസീന. പഠിച്ചു വെച്ചോ. ഇവിടെ OH ഇല്ലെങ്കിൽ ഈ സ്ട്രക്ചർ കണ്ടാൽ ഇവൻ ബെൻസീൻ ആണ്. റെഡി ആണല്ലോ. ഇനി ബെൻസീന്റെ കൂടെ ഒരു OH ഉണ്ട്, അഥവാ ബെൻസീനിലെ ഒരു ഹൈഡ്രജനെ ഒഴിവാക്കി റിമൂവ് ചെയ്ത് അവിടെ OH ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവനെ പറയുന്ന പേരെന്താ ചോദിച്ചാൽ പൊന്നു മക്കളെ പഠിച്ചു വെച്ചോളാ. അവനെ പറയുന്ന പേരെന്താടാ? ഫിനോൾ എന്നാണ്. റെഡി. ബെൻസീനിലെ ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് അവിടെ OH ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നാൽ അവനെ നമ്മൾ ഫിനോൾ എന്ന് പറയും. അത്തരം കോമ്പൗണ്ട്സിനെ നമ്മൾ പറയുന്ന പേരാണ് അരോമാറ്റിക് സംയുക്തങ്ങൾ. എന്താ പറയാ? അരോമാറ്റിക് സംയുക്തങ്ങൾ എന്ന് പറയും. അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയും. അപ്പൊ അരോമാറ്റിക് കോമ്പൗണ്ട്സ് പഠിക്കാനുള്ളത് 3 എണ്ണമാണ്. ഒന്ന് ബെൻസീൻ, രണ്ടാമത്തത് ഫിനോൾ, മൂന്നാമത്തത് ബെൻസോയിക് ആസിഡ്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇൻ ദ ഗിവൺ സ്ട്രക്ചർ, ഈ തന്നിരിക്കുന്ന സ്ട്രക്ചറിലെ OH ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ ഒഴിവാക്കി OH നെ റിമൂവ് ചെയ്ത് അവിടെ COOH അഥവാ കാർബോക്സിൽ ഗ്രൂപ്പ് കൊണ്ടുവച്ചാൽ, റീപ്ലേസ് ചെയ്താൽ അവനെ പറയുന്ന പേരെന്താ? സിമ്പിൾ. ഒന്ന് OH ആണെങ്കിൽ അവനെ നമുക്ക് ഫിനോൾ എന്ന് പറയാം. OH നെ റിമൂവ് ചെയ്ത് അവിടെ COOH ഫംഗ്ഷൻ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്താൽ ഇവനെ പറയുന്ന പേരെന്താടാ? നമ്മുടെ ബെൻസോയിക് ആസിഡ്. ബെൻസീന്റെ കൂടെ അല്ലേ? സോ അവന്റെ കൂടെ നമുക്ക് OIC ആസിഡ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ പേരെന്താ വരിക? ബെൻസോയിക് ആസിഡ് എന്നാണ് പേര് വരിക. പരിപാടി കഴിഞ്ഞില്ലേ? അപ്പൊ OH നെ റിമൂവ് ചെയ്ത് COH കൊണ്ടുവച്ചാൽ ബെൻസോയിക് ആസിഡ്. സെറ്റ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ കൺസെപ്റ്റ് പഠിക്കുക, അടിപൊളിയായിട്ട് എഴുതി കൊടുക്കുക. സാറേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോളെ. രണ്ടാമത്തെ ചാപ്റ്റർ ഒരു കിടലൻ ക്വസ്റ്റ്യൻ. എന്നാ പിടിച്ചോ. ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് 2 കോമ്പൗണ്ട്സ്, രണ്ട് കോമ്പൗണ്ടുകളുടെ വ്യാവസായിക നിർമ്മാണം അഥവാ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന്റെ ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. നോക്കാലോ. ഇവിടെ A എന്ന് പറഞ്ഞ ആളെ കണ്ടെത്തണം, ഇവിടെ B എന്ന് പറഞ്ഞ ആളെ കണ്ടെത്തണം. സോ വെരി ക്ലിയർ. നോക്കണം. CO+2H2 കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആരായിരിക്കും ചോദിച്ചാൽ CH3OH ആണ്. ആരാ സാറേ CH3OH? CH3OH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തനോൾ. പഠിച്ചതല്ലേ? ഒന്നാമത്തെ
രണ്ടാമത്തെ കോമ്പൗണ്ട്. സോ നമ്മൾ പഠിച്ചതാ മെഥനോൾ. അപ്പൊ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് CH3OH ആണ്, അഥവാ മെഥനോൾ ആണ്. സോ ഈ മെഥനോളിനെ ഇങ്ങോട്ട് താഴേക്ക് എടുത്ത് എഴുതാം. അപ്പൊ നോക്കിക്കോ സാറേ, CH3OH. ഈ മെഥനോളും കാർബൺ മോണോക്സൈഡും പഠിക്കണേ, മെഥനോളും കാർബൺ മോണോക്സൈഡും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആരായിരിക്കും അറിയുന്നത് പറഞ്ഞു നോക്കടാ. CH3COOH ആയിരിക്കും, അഥവാ എത്തനോയിക് ആസിഡ് ആയിരിക്കും. പരിപാടി കഴിഞ്ഞു. അപ്പൊ രണ്ടാളെ കിട്ടി. അപ്പൊ A എന്ന് പറഞ്ഞാൽ മെഥനോൾ ആണ്, B എന്ന് പറഞ്ഞാൽ എത്തനോയിക് ആസിഡ് ആണ്. രണ്ടാളെ പഠിച്ചില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിച്ചില്ലേ? അപ്പൊ ഇങ്ങനെയും ചോദിക്കാം, ഒരു അപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കാം. നമ്മൾ നേരെ അത് കാണാപ്പാടം പഠിച്ച് പോയാൽ പോരാ. അപ്പൊ അതിന്റെ റിയാക്ഷൻ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരട്ടോ. അപ്പൊ ഒന്നാമത്തെ റിയാക്ഷൻ മെഥനോൾ ആണ്, രണ്ടാമത്തെ റിയാക്ഷൻ എത്തനോയിക് ആസിഡ് ആണ്. സാറേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോളി. നമ്മുടെ മെഡിസിൻ എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. സോ പഠിച്ചിട്ട് പോകാം. ഒന്നാമത്തെ കാറ്റഗറിയാണ് അനാൽജസിക്സ്. അപ്പൊ അനാൽജസിക്സ് സാറേ എന്തിനാ യൂസ് ചെയ്യുക? അതങ്ങോട്ട് പഠിക്കുക. റിലീവ് പെയിൻ ആണ്, അഥവാ വേദന കുറക്കാൻ വേണ്ടിയിട്ടാണ്. സോ റെഡി ആണല്ലോ ആസ്പിരിൻ. അപ്പൊ അനാൽജസിക്സ് എന്ന് പറഞ്ഞാൽ വേദന കുറക്കാനാ. ഇനി രണ്ടാമത്തെ ആന്റിബയോട്ടിക്സ് ആണ് സാറേ. ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് ബോഡി ടെമ്പറേച്ചർ ആണ്. നമുക്കറിയുന്ന പാരസെറ്റമോൾ. പരിപാടി കഴിഞ്ഞു. റെഡി ആണല്ലോ. ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ബോഡി ടെമ്പറേച്ചർ ആണ്. ഇനി അടുത്തത് ആന്റിബയോട്ടിക് ആണ് സാറേ. ഇവിടെയാണ് തെറ്റുക. സോ നമ്മൾ പഠിച്ച ഓർഡറിലല്ല. ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് ആട്ടോ, അഥവാ മൈക്രോ ഓർഗാനിസത്തെ ഡിസ്ട്രോയ് ചെയ്യാനാണ്, അഥവാ സൂക്ഷ്മാണുക്കളെ നമ്മൾ വളർച്ച തടയുന്നതിനും അവനെ എന്ത് ചെയ്യാനും ഒഴിവാക്കാനും വേണ്ടി, നിയന്ത്രിക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം, നശിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ആന്റിബയോട്ടിക്. പെൻസിലിൻ. സോ അടുത്ത് നോക്കാടാ, ആന്റിസെപ്റ്റിക് ആണ് ഡെറ്റോൾ. ആന്റിസെപ്റ്റിക് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക? കൺട്രോൾ മൈക്രോ ഓർഗാനിസം, അഥവാ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. റെഡി അല്ലേ? അപ്പൊ ഇവിടുന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിട്ട് പോയിക്കോളാം. ഓക്കെ ആണല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ സാറേ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നോളി. ഇന്നാ പിടിച്ച ക്വസ്റ്റ്യൻ. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ അതിന്റെ വ്യക്തമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് എന്നും കൂടെ എൻ്റെ മക്കൾ ഓർമ്മയിൽ വെക്കട്ടോ. സോ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കേ. വിച്ച് ഓഫ് ദി ഗിവൺ പോളിമർ യൂസ് ദ കോട്ട് ഓഫ് ഇന്നർ സർഫസ് ഓഫ് കുക്ക്വെയർ? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാ. പോളിമറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാ. പാചക പാത്രങ്ങളുടെ ഉൾപ്രതലത്തിൽ ആവരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പോളിമർ ഏതെന്ന് കണ്ടെത്തി എഴുതുക. സോ നമ്മൾ നോക്കാം. പോളിത്തീൻ ഉണ്ട്, പോളിവിനൈൽ ക്ലോറൈഡ് ഉണ്ട്, ടെഫ്ലോൺ ഉണ്ട്. മക്കളെ ഏതായിരിക്കും ഇതിന്റെ ഉത്തരം? ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. സാറേ പോളിത്തീൻ ആണോ? അല്ല. PVC ആണോ? പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ PVC പൈപ്പ് നിർമ്മിക്കാനാണ് യൂസ് ചെയ്യുക. പോളിത്തീൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ക്യാരി ബാഗ്സും ടാർപോളിൻ ഷീറ്റും ഒക്കെയാണ്. സോ അതിന്റെ കൂടെ യൂസസ് കൊണ്ട് പഠിച്ചോളാം. ഇനി അപ്പൊ സാറേ ഇവിടെ ആകെ ഒരാളെ ഉള്ളൂ, അവരാണ് നമ്മളുടെ ടെഫ്ലോൺ. ആരാടാ? ടെഫ്ലോൺ ആണ് സാറേ. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. വാട്ട് ഈസ് ദ മോണോമർ ഓഫ് ദിസ് പോളിമർ? ഈ പോളിമറിന്റെ നിർമ്മിക്കാനുള്ള മോണോമർ ഏതാ എന്നാ ചോദിച്ചത്. ഇവന്റെ മോണോമർ ഏതാ ചോദിച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. CF2 ഡബിൾ ബോണ്ട് CF2. ഇതാണ് ഇവന്റെ മോണോമർ, അഥവാ ഫ്ലൂറിൻ ഉണ്ട് സാറേ. എത്ര ഫ്ലൂറിനാ? 2 2 4. അപ്പൊ 4 ഫ്ലൂറിന്. അപ്പൊ നമുക്ക് 4 ഫ്ലൂറിന് എന്താ പറയാ? ഫ്ലൂറിൻ വന്നു കഴിഞ്ഞാൽ ഫ്ലൂറോ എന്നാ പറയാ. 4 നമ്മൾ ടെട്രാ എന്ന് പറയും. അപ്പൊ ടെട്രാ ഫ്ലൂറോ, 2 കാർബണും സിംഗിൾ ബോണ്ടും, ഈത്തീൻ. ഒന്ന് പറഞ്ഞു നോക്കടാ. ടെട്രാ ഫ്ലൂറോ ജസ്റ്റ് നമ്മൾ പറഞ്ഞാൽ മതി. ടെട്രാ ഫ്ലൂറോ ഈത്തീൻ. ഇതാണ് ഇവന്റെ മോണോമറിന്റെ പേര്, ടെട്രാ ഫ്ലൂറോ ഈത്തീൻ. സാറേ ഇങ്ങനെ ടെട്രാ വന്നത്? എടാ ഇവിടെ 2 ഫ്ലൂറിൻ, ഇവിടെ 2 ഫ്ലൂറിൻ, ടോട്ടൽ കൂട്ടിയ 4 എണ്ണം. 4ത്തെ നമ്മൾ കെമിസ്ട്രിക്കാരൻ ടെട്രാ എന്നാ പറയാ. അപ്പൊ ടെട്രാ ഫ്ലൂറോ ഈത്തീൻ ആണ് അവന്റെ മോണോമർ. സോ അവന്റെ പോളിമർ ഏതാ ചോദിച്ചാൽ ടെഫ്ലോൺ ആണ്. പോളി ടെട്രാ ഫ്ലൂറോ ഈത്തീൻ. രണ്ടും പഠിച്ചു വെക്കാം. പരിപാടി സിമ്പിൾ അല്ലേ? എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസ്? സോ ഇനി മക്കൾക്ക് അത് ബുദ്ധിമുട്ടില്ലല്ലോ. സോ അങ്ങനെയാണെങ്കിൽ സാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോരട്ടെ. എന്നാ പിടിച്ച ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കൾ അതിന്റെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ട് വരും കേട്ടോ. ഒപ്പം വരണേ. സോ റെഡി ആക്കിയിരിക്കാം. സോ എഥനോൾ ഈസ് എ ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻറ്റ് ആൽക്കഹോൾ. വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു ആൽക്കഹോൾ ആണ് എഥനോൾ. നമുക്കറിയാം, നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞു പഠിച്ചൊരു ഭാഗമാണ് എഥനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ റെഡി ആണല്ലോ. സോ എഥനോളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുടിക്കാൻ പറ്റും. സോ അതുകൊണ്ട് നമ്മൾ ഡീനേച്ചർ ചെയ്യും എന്നൊക്കെ അറിയാലോ അല്ലേ? വിഷപദാർത്ഥം ചേർക്കും. നമുക്ക് ലാസ്റ്റ് പഠിക്കാം. സോ നോക്കാം. ബൈ വിച്ച് പ്രോസസ് എഥനോൾ പ്രിപ്പയർഡ് ഇൻഡസ്ട്രിയലി? വ്യാവസായികമായി എഥനോൾ നിർമ്മിക്കുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഫെർമെന്റേഷൻ ആട്ടോ. മൊളാസിസിൽ ഈസ്റ്റ് ചേർത്ത് ഫെർമെന്റേഷൻ നടത്തിയാണ് നമ്മൾ എന്ത് നിർമ്മിക്കുന്നത്? എഥനോളിനെ നിർമ്മിക്കുന്നത്. ഓർമ്മയിൽ വെക്കണേ. മൊളാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കെയിനിൽ നിന്ന് കിട്ടുന്ന ഷുഗറാ.
ഏറ്റവും ക്രിസ്റ്റൽസ് ആയിട്ടുള്ള ഏറ്റവും കോൺസെൻട്രേഷൻ കൂടിയ ഷുഗറാ. ഈ മൊളാസസിൽ ഞാൻ ഈസ്റ്റ് ആഡ് ചെയ്യുന്നു. സോ ഈസ്റ്റിൽ രണ്ട് എൻസൈം ഉണ്ടാവും, ഇൻവെർട്ടേസ് ആൻഡ് സൈമേസ്. സോ ഇൻവെർട്ടേസ് അഥവാ ഈസ്റ്റ് ആഡ് ചെയ്ത ഫെർമെന്റേഷൻ നടത്തി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ആടാ അല്ലെങ്കിൽ ആൽക്കഹോൾ ആണ് എത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ആണല്ലോ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഈസ്റ്റ് ഈസ് ദ പ്രോസസ്. ഈ പ്രക്രിയയിൽ ഈസ്റ്റിന്റെ ധർമ്മം എന്താണ് മക്കളെ? ഈസ്റ്റിൽ രണ്ട് എൻസൈം ആണ് ഉണ്ടാകുക, പഠിച്ചു വെച്ചൂടാ. ഈസ്റ്റിൽ രണ്ട് എൻസൈമാ. ഒന്നാമത്തെ എൻസൈം ആണ് ഇൻവെർട്ടേസ്, രണ്ടാമത്തെ എൻസൈം ആണ് സൈമേസ്. മക്കളെ ഇവന്റെ ധർമ്മം എന്താ ചോദിച്ചാൽ ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നത് ഇൻവെർട്ടേസ് ആണ്, ഗ്ലൂക്കോസിനെ എത്തനോൾ ആക്കി മാറ്റുന്നത് സൈമേസ് ആണ്. കൺസെപ്റ്റ് പഠിച്ച കുട്ടിക്ക് ഇത് കിട്ടുള്ളൂ. സോ ഏറ്റവും സിമ്പിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. C12H22O11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പഞ്ചസാര അഥവാ ഷുഗർ മൊളാസസ്. ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് H2O അഥവാ വാട്ടർ മിക്സ് ആക്കി കഴിഞ്ഞാൽ ആദ്യത്തെ എൻസൈം വർക്കാവും അഥവാ ഇൻവെർട്ടേസ്. അപ്പൊ ഷുഗറിനെ ഇൻവെർട്ടേസ് വർക്കായി കഴിഞ്ഞാൽ എനിക്ക് രണ്ട് പ്രൊഡക്റ്റാ കിട്ടുക. ഗ്ലൂക്കോസ് കിട്ടും C6H12O6, അതിന്റെ കൂടെ തന്നെ C6H12O6. അപ്പൊ എനിക്ക് രണ്ട് പ്രൊഡക്റ്റ് കിട്ടി, ഒന്ന് ഗ്ലൂക്കോസ് എന്നും രണ്ടാമത്തത് ഫ്രക്ടോസ് എന്നും. റെഡിയാണല്ലോ. ഒന്നാമത്തത് ഗ്ലൂക്കോസ് എന്നും രണ്ടാമത്തത് ഫ്രക്ടോസ് എന്നും രണ്ട് പ്രൊഡക്റ്റ് കിട്ടി. അപ്പൊ ഈ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗറിനെ മൊളാസസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ആരാ ചോദിച്ചാൽ അത് ഇൻവെർട്ടേസ് ആണ്. ഇനി ഞാൻ ഗ്ലൂക്കോസിനെയോ ഫ്രക്ടോസിനെയോ ഇങ്ങോട്ടേക്ക് എടുത്തു, C6H12O6. സോ ഇവിടെ നമ്മൾ വർക്ക് ആവുന്നത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സൈമേസ് കുട്ടനാണ്. അപ്പൊ ഗ്ലൂക്കോസിനെ എത്തനോൾ ആക്കി മാറ്റുന്നത് 2C2H5OH, പിന്നെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവനാണ് നമ്മളുടെ എഥനോൾ. അപ്പൊ നമ്മളുടെ ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ ഫ്രക്ടോസിനെ എത്തനോൾ ആക്കി മാറ്റുന്ന എൻസൈം ഏതാ ചോദിച്ചാൽ നമ്മൾ പറയണം സൈമേസ് എൻസൈം. സോ ഇത് തന്നെയാണ് അവന്റെ ഫംഗ്ഷൻ, ഇത് തന്നെയാണ് അവന്റെ പ്രോപ്പർട്ടി, അവന്റെ ധർമ്മം. പരിപാടി കഴിഞ്ഞു. അപ്പൊ ഈസ്റ്റ് രണ്ട് എൻസൈം ആണ്, ഒന്ന് ഇൻവെർട്ടേസ് രണ്ടാമത് സൈമേസ്. പരിപാടി കഴിഞ്ഞു മക്കൾ. റെഡി. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മക്കൾ നോക്കാം. ഒന്നാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് ഐസോമറിസുമായി ബന്ധപ്പെട്ട ചോദ്യം. നോക്കാടാ. സോ ഇവിടെ ഒരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട് 1 2 3 3 കാർബൺ ആണ്. അപ്പൊ നമ്മൾ C3 എന്ന് എഴുതാം. ഹൈഡ്രജൻ നോക്കുമ്പോൾ 3 2 5 5 2 7 7 3 8. അപ്പൊ C3H8, പിന്നെ ഒരു ഓക്സിജൻ O ഇവിടെ ഉണ്ട് കേട്ടോ. റെഡി. ഇവിടെ OH ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ്, പിന്നെ അപ്പുറത്ത് ഒരാളിവിടെ ഉണ്ട് O ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ്. അപ്പൊ പിന്നെ മക്കൾ മനസ്സിലാക്കാം, ചോദ്യത്തിൽ OH ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ്, ഉത്തരം വന്നപ്പോൾ അത് ഫംഗ്ഷൻ ഗ്രൂപ്പ് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഐസോമറിസത്തിന്റെ മക്കൾ എന്ത് പേരാ പറയാ? എടാ ഒരേ മോളിക്യുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഫംഗ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസമാണെങ്കിൽ അവനെ നമുക്ക് എന്ത് ഐസോമറിസം എന്ന് പറയാം? ഫംഗ്ഷണൽ ഐസോമറിസം എന്ന് പറയാം. അത് നമുക്ക് ഓർമ്മയിൽ വെക്കാം. ഇനി നോക്കാം, ഇവിടെ നിന്ന് വെക്കാം. ഇവിടെ 3 കാർബൺ C3H8O തന്നെയാണ്. സോ റെഡി. ഇത് ഹൈഡ്രോക്സിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ്, ഇത് ആൽക്കോക്സിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ്. റൈറ്റ് ദ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഓഫ് ദിസ് ഈച്ച് വൺ. ഏടാ ഓരോന്നിലെയും ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പേര് ഏതാണ്? സോ നോക്കാം. എടാ ഏതാണ് ഒന്നാമത്തത്? OH. സിമ്പിൾ അല്ലേ? OH എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സിൽ, O എന്ന് പറഞ്ഞാൽ ആൽക്കോക്സിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ്. പരിപാടി കഴിഞ്ഞു. സോ അടുത്തത് റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ്. ഇതിന്റെ പേര് എഴുതാനാണ് പറഞ്ഞത് മക്കൾ. പേര് എഴുതാം. ഒന്നാമത്തെ ആളെ പേര് എഴുതാം. ടോട്ടൽ എത്ര കാർബൺ ആടാ? സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവനെ പ്രൊപ്പനോൾ എന്ന് പറയാം, അല്ലാതെ നമുക്ക് എന്ത് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ പ്രൊപ്പൻ. 3 കാർബൺ ആയതുകൊണ്ട് പ്രൊപ്പൻ -1 ഒന്നാമത്തെ കാർബണിൽ OH ഉണ്ടായതുകൊണ്ട് ഓൾ, അല്ലെങ്കിൽ പ്രൊപ്പനോൾ എന്നും വേണമെങ്കിൽ പറയാം കേട്ടോ. ഒന്നാവുമ്പോൾ കുഴപ്പമില്ല. സോ ഇനി എന്റെ മക്കൾ രണ്ടാമത്തത് എഴുതാൻ പോകുകയാണ്. സോ രണ്ടാമത്തെ ആളെ പേര് എഴുതുമ്പോൾ ചെറുതോക്സി വലുതൈൻ, ആൽക്കോക്സി ആൽക്കെയിൻ. സോ ചെറുതിൽ 1 കാർബൺ ആണ്. അപ്പൊ നമുക്ക് പേര് കൊടുക്കുമ്പോൾ മെത്തോക്സി അല്ലെങ്കിൽ മീതോക്സി ഈഥൈൻ. പരിപാടി കഴിഞ്ഞില്ലേ? മീതോക്സി ഈഥൈൻ അഥവാ ആൽക്കോക്സി ആൽക്കെയിൻ. അങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ പേര് കൊടുക്കുക. ഇനി വാട്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ദി എക്സിബിറ്റ്, അഥവാ ഇവിടെ കാണിക്കുന്ന ഐസോമറിസം ഏതാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോദ്യത്തിൽ ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ്, ഉത്തരത്തിൽ മറ്റൊരു ഫംഗ്ഷൻ ഗ്രൂപ്പ്. അപ്പൊ ഡിഫറെന്റ് ഫംഗ്ഷൻ ഗ്രൂപ്പാ. അപ്പൊ ഇത് ഏത് ഐസോമറിസം ആയിരിക്കും എന്നുള്ളതിന്റെ മക്കൾ എന്ത് ചെയ്യുക? ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം, ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് സാർ ഇത് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതിന്റെ മക്കൾ അടിപൊളിയായിട്ട് കാണാം. പിന്നെ എന്തായാലും കമന്റ് ചെയ്തോളാം മക്കളെ. ഇപ്പൊ നമ്മുടെ ഓണം എക്സാം തുടങ്ങുന്നതിന് മുന്നേ പഠിക്കാൻ പറ്റിയ ഒരു കിടിലൻ ബാച്ചാണ് നമ്മുടെ RMS ഓണം സ്പെഷ്യൽ ബാച്ച് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ജോയിൻ ചെയ്യുന്നതിന്റെ എല്ലാ മക്കൾക്കും ആകെ എത്ര വരുന്നുള്ളൂ? 999 രൂപ മാത്രമേ വരുന്നുള്ളൂ മക്കളെ. ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ ബാച്ചിനെ കുറിച്ച് അറിയാൻ എന്ന് പറഞ്ഞ ലിങ്ക് കാണാം. ആ ലിങ്ക് തൊട്ടിന്റെ മക്കൾ എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് സെറ്റ് ആക്കാവുന്നതാണ്. അപ്പൊ ഇറ്റ്സ് മീ ആൻഷി ഫ്രോം MS സൊല്യൂഷൻ. ഇനി എന്തിനു വേറൊരു സൊല്യൂഷൻ.